അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലെ സമുന്നതരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനം വലിയൊരു പദ്ധതി നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് രാഷ്ട്രീയ രംഗത്ത് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി വയനാട് ജില്ലയിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും മേപ്പാടിയിലും ഒക്കെ ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് 105 കുടുംബങ്ങൾക്ക് മുസ്ലിം ലീഗ് പ്രസ്ഥാനം 11 ഏക്കർ സ്ഥലത്ത് 105 വീടുകൾ, 8 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റുള്ള 105 വീടുകൾ ഇന്നതിൻ്റെ ശിലാസ്ഥാപന കർമ്മം ബഹുമാന്യനായ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ, ദേശീയ ചെയർമാൻ കൂടിയായ പാണക്കാടിൻ്റെ പൂമുത്ത് പാണക്കാട് സെയ്ദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് അതിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുകയാണ്. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന ദേശീയ നേതാക്കളൊക്കെ സംബന്ധിക്കുന്ന ഈ പരിപാടിയിൽ ആ സ്ഥലം ഈ മേപ്പാടി പഞ്ചായത്തിലുള്ള ഈ വള്ളിത്തോട് പ്രദേശത്ത് 11 ഏക്കർ സ്ഥലത്താണ് ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. താഴക്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ കർമ്മോത്സുകരായ എളിയ സഹപ്രവർത്തകരോടൊപ്പം പ്രിയങ്കരനായ സലാം സത്താർ, അതുപോലെ തന്നെ എൻ്റെ പ്രിയ സഹപ്രവർത്തകൻ AK നാസർ കാപ്പുമുഖം, ഞങ്ങളെ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STUവിൻ്റെ കർഷക തൊഴിലാളി ഫെഡറേഷൻ്റെ ഭാരവാഹികൾ എന്നുള്ള നിലക്കും, അതുപോലെ തന്നെ മത്സ്യവിതരണാനുബന്ധ തൊഴിലാളി ഫെഡറേഷൻ്റെ സംസ്ഥാന ട്രഷറർ എന്നുള്ള നിലക്കും ഒക്കെയാണ് ഇവിടെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത്. ഏറെ സന്തോഷകരമാണ്. നമ്മുടെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്തിന് തന്നെ അഭിമാന സ്തംഭമായി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 105 കുടുംബത്തിന് വീടും സ്ഥലവും അവർക്ക് 2000 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കാനുള്ള ഫൗണ്ടേഷനോടുകൂടെ വലിയൊരു പദ്ധതിക്ക് തുടക്കമിടുമ്പോൾ അങ്ങ് മലപ്പുറം ജില്ലയിൽ നിന്ന് അങ്ങേ അറ്റത്ത് നിന്ന് ഈ ഒരു മഹാസംരംഭത്തിന് സാക്ഷികളാകാൻ വേണ്ടി മുസ്ലിം ലീഗിൻ്റെ ഓരോ എളിയ സഹപ്രവർത്തകരും ഇവിടെ എത്തിച്ചേരുകയാണ്. ഈ ഒരു മഹാസംരംഭത്തിൽ ആ ഒരു സന്തോഷം പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട പൊതുസമൂഹത്തെ അറിയിക്കാൻ അവസരം ലഭിച്ചതിൽ അൽഹംദുലില്ലാഹ് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനം 1948 മാർച്ച് 10 ഈ പ്രസ്ഥാനം തുടക്കമിട്ടപ്പോൾ അന്ന് തൊട്ട് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തൊട്ട് ഇന്ന് മുനീറ മില്ലത്ത് ഖാദർ മൊയ്തീൻ സാഹിബ് വരെ എത്തി നിൽക്കുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നും മറ്റുള്ള ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഒരു മുതൽക്കൂട്ടായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഏതായാലും ഇതിൻ്റെ ഒരു മഹൽ സംരംഭത്തിലേക്ക്, ഇതിൻ്റെ ഒരു ചടങ്ങിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞതിൽ അൽഹംദുലില്ലാഹ് അള്ളാഹുവെ സ്തുതിക്കുകയാണ്. ഈ ഒരു മഹൽ സംരംഭത്തിലേക്ക് കോടിക്കണക്കിന് രൂപ സഹായിച്ചവർ, സഹകരിച്ചവർ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് കൂടി ഈ സമയത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ സൈറ്റൊക്കെ ഞങ്ങളൊന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം. നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങളൊക്കെ അള്ളാഹു നിങ്ങൾക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് കൂടി ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും സംഭവം തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഏറെ ശ്രദ്ധ ചെലുത്തുന്ന ഒരു പ്രോഗ്രാമായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ബഹുമാന്യനായ പാണക്കാട് സെയ്ദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, പണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള മുൻനിര നേതാക്കൾ മുഴുവൻ ഇന്നത്തെ ഈ വയനാട് മുട്ടിലെ ഓർഫനേജിൽ നടക്കുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടുത്തെ കൂടി ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് സൈറ്റ് കാണാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോയിൽ സൈറ്റൊക്കെ കാണും, അത് നിങ്ങൾ കാണണം. ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിഭിന്നമായ രൂപത്തിൽ സമൂഹ മാധ്യമങ്ങളിലും സമൂഹത്തിൽ എല്ലായിടത്തും ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തെ വാനോളം എത്തിക്കാൻ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ തയ്യാറാകണമെന്ന് കൂടി സമയത്ത് ഉണർത്തിക്കൊണ്ട് ഞാൻ സൈറ്റ് കാണിക്കുകയാണ്. എല്ലാവരും കാണണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് സൈറ്റ് കാണാൻ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്.